കേന്ദ്ര സർക്കാരിൻ്റെ PM വാണി എന്ന വെബ്സൈറ്റാണ് എനിക്ക് പിറകിൽ നിങ്ങൾ കാണുന്നത്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ പേര് വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സൗജന്യമായിട്ട് വൈഫൈ ലഭിക്കുമെന്ന് വ്യാപകമായിട്ടിപ്പോൾ വീഡിയോകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതിമാസം നിങ്ങൾ 99 രൂപ നൽകിയാൽ മതി, നിങ്ങൾക്ക് 100 GB ഡാറ്റ കിട്ടും. അതുപോലെ തന്നെ കണക്ഷൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് 20 രൂപയ്ക്കും 10 രൂപയ്ക്കും വേണമെങ്കിൽ റീചാർജ് ചെയ്ത് ഡാറ്റ ഉപയോഗിക്കാം എന്നുള്ള തരത്തിലൊക്കെയുള്ള വീഡിയോകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് സംശയം ചോദിച്ചു വരുന്നുണ്ട്, ഇതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇതിൽ രജിസ്റ്റർ ചെയ്താൽ ഫ്രീ ആയിട്ട് വൈഫൈ ലഭിക്കുമോ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ, ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകളാണ് ദിവസേന വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വീട്ടിൽ സ്ഥാപിക്കുന്ന ഒരു വൈഫൈ കണക്ഷനേ അല്ല. ഒരു PDO, അതായത് പബ്ലിക് ഡാറ്റ ഓഫീസ് നടത്താൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ വൈഫൈ സെയിൽ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിതിൻ്റെ കണക്ഷൻ എടുക്കുന്നു, അപ്പം നമ്മുടെ അടുത്ത് ഇൻ്റർനെറ്റ് വാങ്ങാൻ കുറച്ച് പേര് വരും. നമ്മുടെ കടയിലോ ഓഫീസിലോ അല്ല വീട്ടിലോ അവരിരുന്ന് ഇൻ്റർനെറ്റ് കളിക്കും. അപ്പം നമുക്ക് പ്രതിമാസം ഒരു ചാർജ് അല്ലെങ്കിൽ പ്രതിദിന ചാർജ് അല്ലെങ്കിൽ ഇത്ര ഡാറ്റയ്ക്ക് ഇത്ര ചാർജ് എന്നുള്ളതിൽ അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങാൻ പറ്റും. നമ്മൾ പ്രതിമാസം ഈ സംഭവം ഒന്ന് റീചാർജ് ചെയ്താൽ മാത്രം മതി. ഇപ്പം നമ്മളൊരു ഓഫീസ് ഇട്ട് അവിടെ ഇപ്പോൾ വൈഫൈ ഒക്കെ നമ്മൾ വിൽപ്പന നടത്താൻ ഇരിക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് ആവശ്യമുള്ളവർ നമ്മളെ അടുത്ത് വരണ്ടേ? അപ്പോൾ കേരളത്തിൽ ഇതിന് സാഹചര്യം കുറവാണ്. അന്യ സംസ്ഥാനങ്ങളിൽ വളരെ ഉൾഗ്രാമങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇത് നടക്കും. പിന്നെ ഇതിന് ചിലവില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇതിനായിട്ട് ഏൽപ്പിച്ച ഒരുപാട് ഏജൻസികളുണ്ട്. ഈ ഏജൻസികൾക്കാണ് നമ്മുടെ നമ്പർ പോകുക. അപ്പോൾ ഈ ഏജൻസിയിലുള്ളവർ നിങ്ങളെ കോൾ ചെയ്യും. കുറേ ഓഫറുകൾ പറഞ്ഞിട്ടാണ് കോൾ ചെയ്യുക. അതായത് നമ്മൾ എയർടെലുമായിട്ട് കണക്ഷൻ ഉണ്ട്, നമ്മൾ BSNL ആയിട്ട് കണക്ഷൻ ഉണ്ട്, നമ്മൾ ജിയോ ആയിട്ട് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിമാസം ഇങ്ങനെ ചാർജിന് ലഭിക്കും, അതുപോലെ റൂട്ടറിന് ഇത്ര പൈസ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നിങ്ങളെ കോൾ ചെയ്യുക. അപ്പോൾ അതിനായിട്ടുള്ള ചിലവെന്ന് പറഞ്ഞാൽ 5000 രൂപ മുതൽ 10000 രൂപ വരെയാണ്. അത് ഓരോ കമ്പനികളനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ ഈ റൂട്ടർ നമ്മൾ വാങ്ങേണ്ടതുണ്ട്. അതൊരു ഏജൻസിയെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യും. 5000 മുതൽ 15000 രൂപ വരെ ബില്ല് വരും. ഈ റൂട്ടർ മാത്രം പോരല്ലോ, അതിലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. അപ്പോൾ അത് നമുക്ക് എയർടെൽ, ജിയോ, VI പോലെയുള്ള ഏത് പ്ലാറ്റ്ഫോമിനെയും സമീപിക്കാൻ പറ്റുന്നതാണ്. അത് ഇത്തരം ഏജൻസികൾ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് തരുന്നതാണ്. അതിനാണ് ISP എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇവരെ കൂടി നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് പ്രതിമാസം 400 രൂപ, 600 രൂപ, 1000 രൂപ വരെ വരും. ഇതുകൂടാതെ തന്നെ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിലൊക്കെ നമ്മുടെ ഏജൻസി ഉണ്ടല്ലോ, അവർക്കും ഒരു തുക, അത് ചിലപ്പോൾ നമ്മൾ ഇത്ര ഡാറ്റയ്ക്ക് ഇത്ര തുകയായിരിക്കും, അവർക്കും തുക കൊടുക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് യാതൊരു തരത്തിലും വീട്ടിലേക്ക് എടുക്കാനുള്ള ഒരു കണക്ഷനല്ല. വീട്ടിലേക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞ ചിലവുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എയർടെലോ ജിയോ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ എടുത്താൽ ഇതിലും ചാർജ് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ വീട്ടിലായാലും ഓഫീസിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായാലും ഒക്കെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വെറുതെ ഇത്തരം മണ്ടൻ വീഡിയോകൾ കണ്ടിട്ട് പോയിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യരുത്. രജിസ്റ്റർ ചെയ്താലുള്ള ശല്യം ഇത് തന്നെയാണ്. ഒരുപാട് ഏജൻസികൾ നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ റൂട്ടറിന് ഇത്ര തരാം, റൂട്ടർ അത്രയ്ക്ക് തരാം. അപ്പോൾ ഈ റൂട്ടർ വാങ്ങിയാലെല്ലാം ആയി എന്ന് വെച്ചിട്ട് അവരോട് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ചാർജുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഇത്തരം വീഡിയോകൾ കണ്ട് തെറ്റിദ്ധരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരിലേക്കും ഈ വിവരങ്ങൾ എത്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ Facebook പേജും YouTube ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.